ഹലോ, വെൽക്കം ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പം ഞാനിന്നൊരു പുതിയ കണ്ടൻ്റായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് അറിയണ്ടേ? എൻ്റെ വീട്ടിലുള്ള പെർഫ്യൂം കളക്ഷനാണ്. ഓക്കെ, നമുക്കതൊന്ന് എന്താണെന്ന് കണ്ടാലോ. എന്തൊക്കെയാണ് പെർഫ്യൂം എന്നൊക്കെ കാണണ്ടേ? മോസ്റ്റ്ലി കുറച്ച് പെർഫ്യൂംസൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ, എന്തൊക്കെ പെർഫ്യൂംസാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണാവേ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു പെർഫ്യൂമാണ് കേട്ടോ ഉള്ളത്. അതിൻ്റെ ക്യാപ്പ് താഴെ വീണ് പൊട്ടിപ്പോയി, അത് നോക്കണ്ട. എലഗൻറ്റിൻ്റെ ഒരു ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെർഫ്യൂമാണ് കേട്ടോ. ഈ ഒരു പെർഫ്യൂം എന്ന് പറയുന്നത് പിങ്ക് കളറാണ് അത് വരുന്നത്. നല്ല നല്ല മണമാണ്. അടിച്ചതും അതിൻ്റെ മണം കുറച്ച് ഡാർക്കായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 15 മിനിറ്റ്സ് ഹാഫ് മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നല്ല മണമാണ് കേട്ടോ, നല്ല രസമാണ്. മോസ്റ്റ്ലി ഞാൻ എൻ്റെ കൊച്ചിനാണ് കേട്ടോ അടിച്ചു കൊടുക്കാറുള്ളത്. ചെറുതായിട്ട് ഒക്കെ ഉള്ളൂ കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഇത് കഴിയാറായി, പക്ഷെ ഇത് ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ ഉണ്ടായപ്പം ഹസ്ബൻഡ് ഈ ഒരു പെർഫ്യൂമാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ചോക്ലേറ്റ് ഫ്ലേവറാണ് കേട്ടോ. അപ്പം നല്ല ഒരു മണമായിരുന്നു ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. സീരിയസ്ലി പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഈ ഒരു മണമാണ് ഫീൽ ചെയ്യാറുള്ളത് കേട്ടോ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പെർഫ്യൂം എന്താ പറയുക, പ്യുവറായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ആ ഒരു പെർഫ്യൂം ജസ്റ്റ് ഞാൻ അടിക്കുകയുള്ളൂ. അപ്പം അത്രയും പ്യുവറായിട്ട്, അല്ലെങ്കിൽ ഞാൻ അത്രയും ഓർമ്മകളിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പെർഫ്യൂം, ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ അതെന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പെർഫ്യൂമാണേ. ഫ്രണ്ട് എന്നാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ പേര്. കണ്ടോ, ഇതൊരു ചേട്ടൻ്റെ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതും ഏകദേശം നല്ലൊരു മണമാണ് കേട്ടോ. എനിക്ക് ഏത് മണമെന്നൊന്നും പറയാനറിയില്ല. ഒരു യെല്ലോയിഷ് കളറാണിത് വരുന്നത്. ഇത് അടിക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്ന ഒരു പെർഫ്യൂമാണ്. മോസ്റ്റ്ലി ഇത് ബോയ്സാണ് കൂടുതൽ അടിക്കുന്നത് എന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല, ഞാനും അടിക്കും. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് അടിക്കാം. പിന്നെ ഈ ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഇത് ഞങ്ങളെല്ലാവരും ഒരുപോലെ അടിക്കുന്ന ഒരു ഫ്ലേവറാണിത്. നല്ല ഒരു പെർഫ്യൂമാണ്. ലാ കാസനോൻ്റെ ഒരു നല്ലൊരു പെർഫ്യൂമാണ്. നല്ല മണമാണ്. ഇത് അടിച്ചത് നല്ല മണം കിട്ടും. ഞാൻ കൂടുതലായിട്ടും ജസ്റ്റ് ഇങ്ങനെ പുറത്ത് പോകുമ്പോഴൊക്കെ പെട്ടെന്ന് കിട്ടുന്ന എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്താണ് നമുക്കിതിരിക്കുക. പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലേവറൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേഗം എടുത്ത് അടിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ. വേഗം വന്ന് അടിച്ച് നമുക്ക് പെട്ടെന്ന് ഇറങ്ങി പോവാം. അത്രയും ഇതിൽ നിൽക്കുന്ന ഒരു പോവാൻ നിൽക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്ത് നമുക്ക് അടിച്ചിട്ട് പെട്ടെന്ന് പോകാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു കുത്തലോ അല്ലെങ്കിൽ തലവേദനയോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരു പെർഫ്യൂമാണ് ആ ഒരു പെർഫ്യൂം എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് പെർഫ്യൂം പരിചയപ്പെട്ടാലോ. നെക്സ്റ്റ് ഇതാണ് കേട്ടോ, ഒരു ജാസ്മിൻ ഫ്ലേവറാണ്. എനിക്കിത് ഇത്ര ഇഷ്ടമല്ല. അമ്മയാണിത് യൂസ് ചെയ്യുന്നത്. എനിക്കിതിന് വലിയൊരു ബോട്ടിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പം എവിടെയാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അത് എവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇതൊരു മോസ്റ്റ്ലി മുല്ലപ്പൂവിൻ്റെ ഫ്ലേവറാണ് ഉണ്ടാവുക. മുല്ലപ്പൂ എനിക്കിഷ്ടമാണ്, പക്ഷേ ഈ ഒരു ഫ്ലേവർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല എന്ന് തന്നെ പറയാം കേട്ടോ. സീരിയസ്ലി എനിക്കിഷ്ടമല്ല. പിന്നെ ഈ ഒരു എറ്റേണിറ്റി നൗ ഫോർ മെന്നിൻ്റെ ഒരു ഏട്ടൻ അടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇതാണ്. ഇതും ഏകദേശം ഒരു ലൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒക്കെ മണമാണ് കേട്ടോ ഇതിലുണ്ടാവുക.
അതിൻ്റെ ഒരു വേറൊരു ഫ്ലേവറും കൂടി ഉണ്ട്. കാൽവിൻ ക്ലൈൻ്റെ ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. പിന്നെ ഇതാണോ ഇതിൻ്റെ ഇതുപോലത്തെ ഒരു ഒരു നൈസ് സ്മെല്ല്, അതൊരു ഒരു ഇതായിട്ടുള്ള സ്മെല്ല് തരുന്നത്, ഒരു നൈസായിട്ടുള്ള സ്മെല്ല് തരുന്നത്, അതായത് കുത്തലും ഒന്നുമില്ലാതെ പെർഫ്യൂം അടിച്ചിട്ടുണ്ടെന്നും അറിയില്ല, പെർഫ്യൂം അടിച്ചിട്ടില്ല എന്നും അറിയില്ല, അങ്ങനെ ഒരു സ്മെല്ല് തരുന്ന ഒരു ഫ്ലേവർ ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അതുപോലത്തെ ഒരു ഫ്ലേവറാണ് ഇതും. ആർക്ക് വേണമെങ്കിലും അടിക്കാം, നല്ല ഫ്ലേവറാണ്, നന്നായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ അടിക്കുന്നതാണ്. ആൻഡ് പിന്നെ ഇത് കേട്ടോ, ഇതെന്ന് പറയുന്നത് എനിക്കൊരു 5 വർഷം മുമ്പ് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. 5 വർഷം മുമ്പൊക്കെ ഞാനൊരു പെർഫ്യൂം ക്രേസ് ഉള്ള ഒരാളായിരുന്നു. പെർഫ്യൂം ക്രേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോക്കലി കിട്ടുന്ന പെർഫ്യൂംസാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള ക്രേസ് ഉള്ള ഒരാളായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് ഗൗരി ചേച്ചി, എനിക്ക് എപ്പോഴെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് മെസ്സേജ് ചെയ്യേ, അടിയിൽ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു ചേച്ചിയാണ് ഗൗരി ചേച്ചി എന്ന് പറയുന്നത്. പാലക്കാടുകാർ തന്നെയാണ്, പക്ഷെ എനിക്ക് കോണ്ടാക്റ്റ് മിസ്സായി, കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ കോണ്ടാക്റ്റ് മിസ്സായി. അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടോ ആ ചേച്ചിനെ മിസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ചേച്ചിയുടെ ഓർമ്മയ്ക്കായിട്ട്, നല്ല മണമാണത്. ഇപ്പോഴും എനിക്ക് ചേച്ചിനെ മിസ് ചെയ്യുന്നുണ്ട്. നല്ല മണമാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ്, അല്ലെങ്കിൽ മണമാണ് ഇതെന്ന് പറയുന്നത്. കണ്ടോ, ഒരു സ്നേക്ക്, നല്ല മണമാണേ. ആൻഡ് നെക്സ്റ്റ് വൺ ഈ ഒരു ഇതാണ് കേട്ടോ. ഇത് ആരോ ഗിഫ്റ്റ് തന്നതാണ് ഈ ഒരു പെർഫ്യൂം എന്ന് പറയുന്നത്, എസ്കേപ്പിൻ്റെ. ഇതും കുറച്ച് നല്ല മണമുള്ളൊരു ടൈപ്പാണ്. പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ അടിച്ച് പെട്ടെന്ന് അടിക്കാനുള്ളൊരു ഇതാണ്. ഇതും ഒരു നൈസായിട്ടുള്ളൊരു സ്മെല്ലാണ്, ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അങ്ങനെയുള്ളൊരു സ്മെല്ലാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ആൻഡ് ഇതൊക്കെ എടുത്തിട്ട് കുറേ കാലമായി, അതുകൊണ്ടാണ് കേട്ടോ ഈ കുപ്പിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, കണ്ടോ. അപ്പം ഇത് സീക്രട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഈ ഒരു റൊമാൻറ്റിക് മൂഡ് ഫീൽ ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഇതടിച്ചാൽ സീരിയസ്ലി നല്ല, നമുക്ക് ഭയങ്കരമായിട്ട് റൊമാൻറ്റിക് അല്ലെങ്കിൽ ആ ഒരു മൂഡ് ഫീൽ ചെയ്യുന്ന ഒരു പെർഫ്യൂമായിട്ടാണ് എനിക്കതിന് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പെർഫ്യൂം ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത്. വേറെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ, ഇത് കൊണ്ടുവരാൻ മറന്ന് ഞാൻ എടുത്തിട്ട് വരാം, 1 മിനിറ്റ്. പിന്നെയുള്ളൊരു ഫ്ലേവർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു ഫ്ലേവറാണ്, ലെമണിൻ്റെ ആണ്. ഇത് കാറിൽ വെക്കുന്ന ഒരു റോൾ ഓൺ പെർഫ്യൂമാണ്. ഇത് റോൾ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് അടിക്കാൻ മറക്കുകയാണെന്നുണ്ടെങ്കിൽ അടിക്കാൻ പറ്റും. നല്ല ലെമൺ ഫ്ലേവറാണ്, നല്ല മണമാണ്. എനിക്കെല്ലാം നല്ല മണമാണ്. കുറച്ച് ഏതൊക്കെയോ മാത്രമേ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഫ്ലേവർ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു മണമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പെർഫ്യൂം കളക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പെട്ടെന്ന് അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂം കളക്ഷൻസാണ് ഞാനിവിടെ കാണിച്ചത്. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ പെർഫ്യൂംസ്, അതായത് ഫോർ മെൻ ഫോർ വുമൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർതിരിവിലല്ല കേട്ടോ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇത് ഞങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും, അങ്ങനെയല്ല, എനിക്കായിട്ടുണ്ട് അല്ലെങ്കിൽ വീട്ടുകാർക്കായിട്ട് അല്ലെങ്കിൽ ഓരോരുത്തർക്കായിട്ടുണ്ട് പെർഫ്യൂംസ്. ഇതിൽ ഓരോന്ന് അങ്ങനെയുള്ള പെർഫ്യൂംസാണ്. പക്ഷേ നമുക്ക് മൊത്തത്തിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ പെർഫ്യൂം കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ അമർത്തുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും. എന്തായാലും എൻ്റെ ലോങ് വീഡിയോസ് ഞാൻ എല്ലാ ദിവസവും ഇടണം എന്നാണ് വിചാരിക്കുന്നത്, എന്തെങ്കിലും കോണ്ടൻ്റ് ആയിട്ട് ഇടണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ബൈ ബൈ.